Hello guys, welcome to my channel. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇതൊരു ക്വിക്ക് ഹെൽത്തി ഒരു സ്നാക്ക് ഡിഷാണ്. ഇത് ഒരു അവക്കാഡോ ചന ചാട്ട് ടോസ്റ്റിയാണ്. ഇത് ഭയങ്കര പോപ്പുലർ ഉള്ള ഒരു സ്നാക്കാണ്. സോ ഇത് ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഹാഫ് അവക്കാഡോ ആണ്. ഞാനിത് മാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് നമുക്ക് കൊറിയൻഡർ ആണ്, കപ്പിൾ ഓഫ് ലീവ്സ്, ഒരു സ്മോൾ ടൊമാറ്റോ, സോൾട്ട് ടു ടേസ്റ്റ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഹിമാലയൻ സോൾട്ടാണ്, ലൈം, പിന്നെ റെഡ് അനിയൻ. ഇത് സ്മോൾ റെഡ് അനിയൻ ആണ്, പകുതിയാണ് എടുത്തത്. നമുക്ക് വേണ്ടത് ബ്രെഡ്, ഇത് ഞാൻ ടോസ്റ്റ് ചെയ്യും. പിന്നെ ചന ചാട്ട്. ചന ചാട്ട് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, അത് വേണ്ടെങ്കിലും മാത്രം ഇടാം. പക്ഷെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ബേസ് ആയിട്ട് ഉള്ള ഒരു സ്നാക്ക് ആയി കാരണം ഞാനിതിൽ ചന ചാട്ട് ആണ് ഇടാൻ പോണത്. സോ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം. അപ്പോൾ ഗൈസ്, ബ്രെഡ് ഓൾറെഡി ഞാൻ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ച് ചൂടാറാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ അവക്കാഡോ സ്പ്രെഡ് ചെയ്യാം. ഇനി ഞാൻ ഇടാൻ പോണത് കുറച്ച് റെഡ് ഉള്ളിയാണ്. ജസ്റ്റ് ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. നമുക്ക് അധികം വേണ്ടത് ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ഗ്രീൻ ചില്ലി ഒരെണ്ണം കട്ട് ചെയ്ത് ഇടാം. പക്ഷെ ഇത് ടോട്ടലി ഓപ്ഷണൽ ആണ്. ചോപ്പ് ചെയ്ത് ടൊമാറ്റോസ് ഇടാം. ചോപ്പ് ചെയ്ത് കുറച്ച് കൊറിയൻഡർ ലീവ്സ്, വെരി ടൈനി amount, just for garnishing.
ഇനി ഞാൻ ഇതിൽ ഇടാൻ പോണത് ചാട്ട് മസാലയാണ്. ഇതൊരു 1/2 ടീസ്പൂണാണ് ഇടേണ്ടത്. ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. നമ്മുടെ ചന ചാട്ടിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ഓൺലി 1 പിഞ്ച് ഇടുന്നുള്ളൂ സോൾട്ട്. ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ ഭുജിയയും കൂടി ഇടാനുണ്ട്. ഹൽദിറാമിൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ് ഭുജിയ. പക്ഷെ ഇത് കൂടി നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് ലെമണിൻ്റെ ജ്യൂസ് കുറച്ച് പിഴിയാൻ പോവാണ്. സോ ലെമൺ കട്ട് ചെയ്തത് ജസ്റ്റ് വെരി ടൈനി എമൗണ്ട് പിഴിഞ്ഞ് കൊടുക്കാൻ പോവാണ്. ലെമൺ ജ്യൂസ് പിഴിഞ്ഞതിന് ശേഷം ഇത് സ്ട്രേറ്റ് അവേ കൺസ്യൂം ചെയ്യുക, സ്ട്രേറ്റ് അവേ കഴിക്കുക. ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സോഗി ആയി പോവും. സോ നമ്മളുടെ അവക്കാഡോ ചന ചാട്ട് ടോസ്റ്റി റെഡി. ഇത് നല്ലൊരു സ്നാക്കാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ ചാട്ടമൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ടോസ്റ്റി ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ റൈസ് ക്രാക്കേഴ്സ് കിട്ടും, അതിൻ്റെ മേലെ അവക്കാഡോവും എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ പ്ലേറ്റിംഗ് ഗൈസ്. ഇത് ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്നെ പറഞ്ഞ് അറിയിക്കുക. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴത്തേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Ta-da! Bye-bye.